Hello guys, welcome back to 120 rules of grammar in 120 minutes. Rule number 11. അപ്പോൾ ഈ റൂൾ അറിയുന്നതിന് മുന്നേ നമ്മൾ ജെറണ്ട് എന്താണെന്ന് അറിയണം. ജെറണ്ട് എന്ന് വെച്ചാൽ എന്താ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ING ചേർത്ത് എഴുതുമ്പോൾ അതിനെ നൗണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അതിന് ജെറണ്ട് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഐ ലൈക്ക് ഡാൻസിങ്. ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ഡാൻസ് ഇഷ്ടമാണ്. ഇപ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് വരും, ലൈക്ക് എന്ന് പറയുന്ന വെർബ്, അവിടെ ഡാൻസിങ് എന്ന് പറയുന്നതായിരിക്കും നൗണായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ജെറണ്ടിൻ്റെ മുന്നിൽ എപ്പോഴും ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് മാത്രമേ വരുള്ളൂ. എന്ത് വരില്ല? പ്രൊനൗൺ വരില്ല. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മൈ, ഹിസ്, ഹർ, അവർ, യുവർ, ഇറ്റ്സ്, ദെയർ ഇതൊക്കെ ജെറണ്ടിൻ്റെ മുന്നിൽ വരും. ഇപ്പോൾ SSC പോലത്തുള്ള ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇംഗ്ലീഷ് സെക്ഷനിൽ എറർ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ജെറണ്ടിൻ്റെ മുന്നിൽ പ്രൊനൗൺ ചേർത്തായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളത് എറർ ഡിറ്റക്റ്റ് ചെയ്ത് എങ്ങനെ മാറ്റി എഴുതണം? ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് എഴുതണം. ഫോർ എക്സാമ്പിൾ മൈ ഫാദർ ഡസ് നോട്ട് ലൈക്ക് ഡാഷ് ഗോയിങ് ഔട്ട് വിത്ത് റാം. ഇവിടെ മൈ വരുമോ മൈൻ വരുമോ? മൈൻ, ഇവിടെ മൈൻ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. മൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്തേ വരുള്ളൂ? മൈന്ന് മാത്രമേ വരുള്ളൂ. എന്ത് വരില്ല? മൈൻ വരില്ല. മൈൻ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ജെറണ്ടിൻ്റെ മുന്നിൽ എപ്പോഴും എന്തേ വരുള്ളൂ? പൊസസീവ് അഡ്ജക്റ്റീവ് മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം, ഐ സപ്പോർട്ടഡ് ഡാഷ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ജെറണ്ട് എന്ന് പറയുന്നത് പ്ലേയിങ് വരും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ത് വരുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. താങ്ക് യു.